ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹിൽ വാലി യൂട്യൂബ് ചാനലിൻ്റെ വചനദീപം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 55:17. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്ന ചിന്താവിഷയത്തെ ആസ്പദമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് ചില ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിവില്ലായ്മയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, റെക്കഗ്നൈസിങ് ഗോഡ്സ് എബിലിറ്റി ആൻഡ് റെക്കഗ്നൈസിങ് മൈ ഇന്നബിലിറ്റി എന്നാണ്. ദൈവത്തിൻ്റെ കഴിവും നമ്മുടെ കഴിവില്ലായ്മയുമാണ് നമ്മെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ കഴിവും നമ്മുടെ കഴിവില്ലായ്മയുമാണ് പ്രാർത്ഥനയ്ക്കായി നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തിയുള്ളതായി തീരുന്നു. അതുകൊണ്ട് തന്നെ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ ഭാരങ്ങൾ എത്ര തന്നെ വലുതായാലും ചുമക്കുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവ് നമുക്ക് കൂടെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ പ്രാർത്ഥനയ്ക്ക് 3 സമയങ്ങളാണുള്ളത്. ഒന്ന് വൈകുന്നേരം, മറ്റൊന്ന് കാലത്ത്, മറ്റൊന്ന് ഉച്ചയ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദാവീദ്. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. മത്തായി എഴുതിയ സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വരുന്ന സകലരുടെ ജീവിതത്തിലും ദൈവം അധികമായ നന്മകൾ നൽകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ദാവീദ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കുമുള്ള പ്രാർത്ഥന സൃഷ്ടിപ്പിൽ നമുക്ക് കാണുവാൻ കഴിയും. സന്ധ്യാസമയത്തോടുകൂടി സകല സൃഷ്ടിയും അവസാനിച്ച് അതിൻ്റെതായ അവസാനത്തിൽ കർത്താവ് പറയുന്നു, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറഞ്ഞ് 6 ദിവസത്തെ സൃഷ്ടിപ്പിലും അപ്രകാരം കാണുവാൻ കഴിയും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രേരണ അല്ലെങ്കിൽ പ്രവർത്തനം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായാൽ ദൈവം നമ്മെ അധികമായി വഴി നടത്തുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 55-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിന് ദൈവം നൽകിയ നന്മകൾ എന്ന് പറയുന്ന അനവധിയാണെങ്കിലും ശത്രുവിൻ്റെതായ പീഡനങ്ങൾ അനവധിയുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങളിൽ പാട്ടുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. അവൻ്റെ ശത്രുക്കൾ അവനെതിരെ തിരിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചു എന്നാണ്. അവിടെ ദൈവം അനുകൂലമായി ഉണ്ടായിരുന്നു. 56-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യത്തിൽ, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമായിട്ട് ഉണ്ട് എങ്കിൽ യാതൊരു തിന്മശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ കഴിയുകയില്ല. ദൈവം അധികമായ ശക്തി നൽകി നമ്മെ വഴി നടത്തും. ദാവീദ് പറയുന്നത് പോലെ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള സമയങ്ങൾ എന്ന് പറയുന്നത് 3 സമയങ്ങൾ. എപ്പോഴും പ്രാർത്ഥിക്കാം, എങ്കിലും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭക്തനായ ദാവീദിൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ പറയുന്നു, സങ്കടം ബോധിപ്പിച്ച് കരയുവാൻ അനുദിനം നമുക്ക് 3 നിമിഷങ്ങൾ 3 സമയങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ആ സമയങ്ങൾ വേർതിരിച്ച് മുട്ടിപ്പായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു കർത്താവ് നമുക്ക് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മെ അനുദിനം അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. അനുദിനം ഞങ്ങളെ നടത്തുന്ന ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം ഞങ്ങൾക്ക് നൽകിയ നല്ല ധ്യാന ചിന്തകൾക്കായി സ്തുതിക്കുന്നു. ഈ വചനം കേട്ടിരിക്കുന്ന പ്രിയമക്കളെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടുന്ന ശക്തി പകരണമേ. വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കുമുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രമാണമായി തന്നെ തീരത്തക്കവണ്ണം ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.